നമസ്കാരം കൂട്ടുകാരെ, നിത്യതി നൃത്തനാട്യ കലാലയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഗുരുവായൂർ വേദിയിൽ നടന്ന രംഗപൂജയുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ്. നമ്മുടെ മീനമ്പലം ക്ലാസ്സിലെ കൊച്ചു കലാകാരിയായ പാർവണ മോളുടെ രംഗപൂജ ഗുരുവായൂർ വേദിയിൽ വെച്ച് നടക്കുകയുണ്ടായി. അപ്പോൾ അന്ന് ഞങ്ങൾ പകർത്തിയെടുത്ത കുറച്ച് വീഡിയോസും മോള് തയ്യാറാവുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളും വേദിയിൽ ഇറങ്ങിയത് ബേസ് ചെയ്തുള്ള കുറച്ച് വിശേഷങ്ങളും എല്ലാം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും കണ്ടിട്ട് ഉറപ്പായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ പാർവണക്കുട്ടി മേക്കപ്പിനായിട്ടൊക്കെ എത്തി. ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ പറ്റിയില്ല, ഹെയർ ഞാനങ്ങ് ആവേശത്തിൽ തുടങ്ങിപ്പോയി. അപ്പോൾ എന്താണ്, ടെൻഷനുണ്ടോ? ഇല്ല, ഒരു ടെൻഷനും ഇല്ല, കറക്റ്റായിട്ട് ചെയ്യും, ഉറപ്പാണേ? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഷോട്ടിൽ കാണാം. എൻ്റെ പാർവണക്കുട്ടി ഒരു വിഷുദിനത്തിൽ മീനമ്പലം നിത്യതി നൃത്തനാട്യ കലാലയയിൽ വിദ്യാരംഭം കുറിക്കാനെത്തിയ എൻ്റെ കൊച്ചു കലാകാരി ഇന്നതാ അവളുടെ രംഗപൂജയിലെത്തി നിൽക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ ഭംഗിയായി അവൾ അവളുടെ രംഗപൂജ അവതരിപ്പിച്ചു. ഏതൊരു നർത്തകിയുടെയും സ്വപ്നമാണ് ഗുരുവായൂർ വേദിയിൽ അരങ്ങേറുക, അല്ലെങ്കിൽ ഒരു ചുവട് വയ്ക്കുക എന്നുള്ളത്. എൻ്റെ പാർവണക്കുട്ടി അവളുടെ രംഗപൂജ ഗുരുവായൂർ വേദിയിൽ ഭംഗിയായി പൂർത്തീകരിച്ചു. ആദ്യമായി ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് ധരിക്കുന്നതിൻ്റെയും ഓർണമെൻറ്റ്സ് ധരിക്കുന്നതിൻ്റെയും കൗതുകവും, ആദ്യമായി വേദി ഇറങ്ങുന്നതിൻ്റെ ഭയവും, എല്ലാവരും ഒപ്പമുള്ളതിൻ്റെ സന്തോഷവും എല്ലാം പാർവണക്കുട്ടിയുടെ മുഖത്ത് ഉണ്ടായിരുന്നു. എൻ്റെ പാർവണക്കുട്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ അധ്യാപികയായ എൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷവും അതിരില്ലാത്തതാണ്. എപ്പോഴായാലും അവൾ ആദ്യമായി വെച്ച ആ ചുവടാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തുക. നമ്മുടെ ഓരോ നർത്തകിയുടെയും മുഖമുദ്രയായ നമ്മുടെ അൾട്ടയിടൽ ചടങ്ങിലേക്ക് ഞങ്ങൾ കടന്നു. നൃത്തത്തിൻ്റെ പാതയിലെ ആദ്യത്തെ ചവിട്ടുപടിയായ രംഗപൂജയിലേക്ക് കടക്കുന്ന എൻ്റെ പാർവണ മോൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, അപ്പോൾ വിജയകരമായി നമ്മുടെ രംഗപൂജ പൂർത്തിയാക്കി അല്ലേ പാർവണക്കുട്ടി? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. തെറ്റിച്ചാ? ടെൻഷൻ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഇവിടെ വന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് ഒരു ടെൻഷനും ഇല്ല, ഞാൻ കൂളായിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞല്ലേ. എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പിൻ്റെയും കാര്യങ്ങളെല്ലാം കുറേശ്ശെ ഷോട്ട് എടുത്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരിമിതമായ സാഹചര്യങ്ങളിൽ എടുത്ത ഷോട്ടുകളാണ്. അപ്പോൾ എല്ലാവരും അത് കാണുക, അഭിപ്രായം പറയുക. ഓക്കെ, ഇതാണ് നമ്മുടെ പാർവണ മോളുടെ ഫാമിലി. പാർവണ മോളുടെ അച്ഛൻ, അമ്മ, ചേട്ടൻ. നമ്മുടെ പാർവണക്കുട്ടിയുടെ അമ്മ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് പാർവണയുടെ അമ്മയോട് നമുക്ക് ജസ്റ്റ് ഒന്ന് അഭിപ്രായം ചോദിക്കാം. വളരെയധികം സന്തോഷമുണ്ട് ഗുരുവായൂർ മോളുടെ അരങ്ങേറ്റം നടത്താൻ പറ്റിയതിൽ. അത് എനിക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല, ഡാൻസ് അരങ്ങേറ്റം അതിനെക്കുറിച്ചൊന്നും. പക്ഷെ എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു സുധി ടീച്ചറിൻ്റെയും മീനാക്ഷി ടീച്ചറിൻ്റെയും. ഒരുപാട് നന്ദിയുണ്ട് വളരെ ഭംഗിയായി ഒരുക്കുന്നതിനും ആ ഒരു സമയനിഷ്ഠയിൽ തന്നെ എല്ലാം ചെയ്ത് തീർക്കാനും അരങ്ങേറ്റം നടത്താനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളോട് ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട്. താങ്ക് യു. എന്താണ്, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. താങ്ക് യു. എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ, മീനാക്ഷി ടീച്ചറിനെങ്കിൽ രണ്ട് ടീച്ചേഴ്സിനും താങ്ക് യു പറ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാന്ന് പറ. ടാറ്റ പറ. ടാറ്റ.